ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ ഉപ്സ് അബ് ക്യാ എന്ന ഹിന്ദി വെബ് സീരീസ് ആണ് നോക്കാൻ പോകുന്നത്. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം സമയം കളയാതെ സീരീസിലേക്ക് കടക്കാം. സീരീസിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു കാർ കാണിക്കുന്നു. അതിനുള്ളിൽ നമ്മുടെ നായികയും അവരുടെ കാമുകനായ ഓംകാറും കുറച്ച് അടുത്ത് ഇടപഴകുന്നതായും കാണിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ തന്റെ കാമുകനോട് നമ്മുടെ നായിക പറയുന്നുണ്ട്, ഇതിനു മേലെ നമ്മൾ പോകണ്ട, എന്റെ മുത്തശ്ശിക്ക് ചെയ്തു കൊടുത്ത സത്യം എനിക്ക് ഓർമ്മ വന്നു, അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ഞാൻ കുടുക്ക പൊട്ടിക്കില്ല. അതെന്ത് കുടുക്ക? അവരെന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അല്ലേ? അതിനൊരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. നമ്മുടെ നായികയ്ക്ക് അച്ഛനില്ല. നായിക തൻ്റെ മുത്തശ്ശിയുടെയും അമ്മയുടെയും കൂടെയാണ് വളരുന്നത്. അങ്ങനെ 3 സ്ത്രീകൾ മാത്രമുള്ള ആ വീട് കാണിക്കുന്നു. നമ്മുടെ നായിക ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവരുടെ മുത്തശ്ശിയും അമ്മയും ഇരുന്ന ഒരു സീരിയൽ കാണുന്നത് പതിവാണ്. ആ സീരിയലിലും ഇതുപോലുള്ള പ്രണയരംഗങ്ങൾ വരുന്നുണ്ട്. അതും നായിക വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണോ പേരക്കിടാവ് ഇങ്ങനെ ഈ സീനൊക്കെ കാണുന്നതെന്ന് കരുതി എങ്ങാനും നമ്മുടെ മകളെ പോലെ പേരക്കിടാവും പ്രായമാകുമ്പോൾ വല്ല തെറ്റും ചെയ്ത് കളയുമെന്ന് ഭയന്ന് അവരുടെ മുത്തശ്ശി വീട്ടിലുള്ളൊരു മൺകുടുക്ക എടുത്ത് വന്ന് പേരക്കിടാവിന്റെ മുന്നിലിട്ട് പൊട്ടിക്കുന്നു. എന്തിനാ മുത്തശ്ശി ഈ കുടുക്ക പൊട്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഈ കുടുക്ക ഇപ്പോൾ പൊളിഞ്ഞു പോയി, പക്ഷെ എനിക്കൊരു സത്യം ചെയ്തു തരണം, നിന്റെ കുടുക്ക കല്യാണത്തിന് ശേഷം മാത്രമേ പൊട്ടിക്കാവുള്ളൂ എന്ന്. അതായത് അവരുദ്ദേശിക്കുന്നത് നീ കല്യാണം വരെ കന്യകയായിരിക്കണം എന്ന് തന്നെയാണ്. അതിനൊരു പ്രധാന കാരണവും ഉണ്ട്. നായികയുടെ അമ്മ കല്യാണത്തിന് മുമ്പ് ഒരാളുമായി അടുപ്പത്തിലായി ഗർഭിണിയാവുകയും അയാളാൽ വഞ്ചിക്കപ്പെടുകയും അവിടെ നിന്ന് നമ്മുടെ നായികയെ തനിച്ച് വളർത്തുകയുമായിരുന്നു. അമ്മയുടെ ഗതി മകൾക്ക് വരരുതെന്ന് കരുതിയാണ് ഈ മുത്തശ്ശി ഇങ്ങനെ സത്യം വാങ്ങി വെച്ചത്. ഇപ്പോൾ കഥ പ്രസന്റിലേക്ക് വരുന്നു. നമ്മുടെ നായിക അവരുടെ കാമുകൻ ഓംകാറിനൊപ്പം കാറിൽ സന്തോഷമായി സംസാരിച്ചിരിക്കുന്നു. നായികയുടെ കാമുകനായ ഓംകാർ ഒരു പോലീസുകാരനാണ്. ഒരുപാട് ഇൻവെസ്റ്റിഗേഷനുകൾ ചെയ്ത് ഏകദേശം 9 കേസുകൾ വരെ ഇദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പ്രധാനമായും പല വർഷങ്ങളായി നമ്മുടെ നായികയെ ഇയാൾ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നായിക വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ അവരുടെ അമ്മയും മുത്തശ്ശിയും ഇപ്പോഴും ആ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചെറിയ പ്രായത്തിൽ കണ്ടിരുന്ന സീരിയൽ ഇപ്പോഴും പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ആ സീരിയലിലെ നായകൻ വനരാജ് എന്ന ആളാണ്. കാണാൻ സ്മാർട്ടാണ്. ആ വനരാജനെ നായികയുടെ മുത്തശ്ശിക്കും അമ്മയ്ക്കും വളരെ ഇഷ്ടവുമാണ്. ഇങ്ങനെ ആ സമയത്താണ് സമർ എന്ന നമ്മുടെ സിനിമയിലെ നായകനെ കാണിക്കുന്നത്. ഒരു പണക്കാരൻ ലൈഫ് സ്റ്റൈലിൽ സന്തോഷമേ ഇല്ലാതെ ഒരു ഭാര്യയുമൊത്ത് ജീവിക്കുന്ന ആളാണ് ഈ സമർ. സമറിന്റെ അടുത്ത് നിൽക്കുന്നില്ലേ, ഇതാണ് സമറിന്റെ ഭാര്യ അലീഷ. ഇവരോടൊപ്പമാണ് സന്തോഷം എന്താണെന്ന് പോലും അറിയാതെ ഒരു ദുരിത ജീവിതം നമ്മുടെ സമർ നയിക്കുന്നത്. ഈ അലീഷയ്ക്ക് 2 മുഖങ്ങളുണ്ട്. ഒന്ന് ഭർത്താവിനോട് വളരെ സ്നേഹമുള്ള ഭാര്യയെ പോലെ അഭിനയിക്കും, എന്നാൽ മറ്റൊരു മുഖം ഭർത്താവിന്റെ സ്വത്തും പണവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ ഭർത്താവ് സമർ അവിടെ നിന്ന് പോയതിനു ശേഷം ഭാര്യ അലീഷയുടെ കൂടെ അവരുടെ അമ്മയും ഉണ്ട്. ഈ വീൽ ചെയറിൽ ഇരിക്കുന്നില്ലേ, ഇതാണ് അലീഷയുടെ അമ്മ. അവരും തന്റെ മകളെ പ്രോത്സാഹിപ്പിച്ച് എങ്ങനെയെങ്കിലും സമറിന്റെ കയ്യിൽ നിന്ന് കുറെ പണം വാങ്ങണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കും. അതനുസരിച്ച് ഈ സമറിനോട് അലീഷ സ്നേഹമുള്ളതുപോലെ അഭിനയിച്ച് അയാളുടെ ക്രെഡിറ്റ് കാർഡ് വാങ്ങി ചെലവഴിക്കുകയും തന്റെ അമ്മയ്ക്ക് കാശ് കൊടുക്കുകയും പേഴ്സണലായി കാശ് സമ്പാദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടൽ കാണിക്കുന്നു. ഈ ഹോട്ടൽ ഇപ്പോൾ കാണിച്ച സമറില്ലേ, അയാളുടെ അച്ഛന്റെ ഹോട്ടലാണ്. അതേ ഹോട്ടലിലാണ് ഒരു ഡ്യൂട്ടി മാനേജറായി നമ്മുടെ നായിക ജോലി ചെയ്യുന്നത്. അന്ന് ആ ഹോട്ടലിൽ ഒരു ചെറിയ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷനിൽ ഹോട്ടലിന്റെ ഉടമയായ നമ്മുടെ നായകൻ സമറും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ സമറിനെ കാണുന്ന നമ്മുടെ നായികയ്ക്ക് ഒരുപോലെ ആവുന്നു. കാരണം പണ്ട് നമ്മുടെ നായിക കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസത്തേക്ക് ഈ സമറിനെ നായിക പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമറിനെ കണ്ടപ്പോൾ നായിക ഒരുമാതിരി മരവിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ സമറും നമ്മുടെ നായികയെ കൈ കാണിച്ച് വിളിക്കുന്നുണ്ട്. എന്താണോ പറയാൻ പോകുന്നത് എന്ന മട്ടിൽ നായിക അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ, നിങ്ങളല്ലേ ഡ്യൂട്ടി മാനേജർ, 1000 രൂപ ടിപ്പ് വെച്ചോളൂ, ഇവിടെയുള്ള എല്ലാവർക്കും ഫുഡ് സപ്ലൈ ചെയ്യുക എന്ന് സമർ പറയുന്നു. അതിലൂടെ നായികയ്ക്ക് നമ്മൾ ഒരു ദിവസം ഇയാളെ പ്രണയിച്ച കാര്യമൊന്നും ഇയാൾക്ക് അറിയില്ല എന്ന് മനസ്സിലായി ദേഷ്യം വന്നിട്ട് ആ ടിപ്പ് വാങ്ങാതെ അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് നമ്മുടെ നായകൻ സമറിന് ഒരു അനിയത്തിയുണ്ട്, പേര് റോഷ്നി. അവരൊരു ഡോക്ടറാണ്. സമറിനോട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കല്യാണത്തിന് ശേഷം നീ ആ അലീഷയോടൊപ്പം സന്തോഷമായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല, നീ വേഗം അവളെ ഡിവോഴ്സ് ചെയ്യുക, എൻ്റെ ചേട്ടൻ സന്തോഷമായിരിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ഒരരികിൽ നിന്ന് സമറിന്റെ അസൂയകാരിയായ ഭാര്യ അലീഷ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് സമറിന്റെ അനിയത്തി റോഷ്നി തൃഷ എന്നൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്. അങ്ങനെ ആ തൃഷയുമായി റോഷ്നിക്ക് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവുന്നു. തൃഷയുടെ വീട്ടിൽ അവൾക്ക് പയ്യനെ നോക്കിയെന്നും ആ പയ്യനെ കല്യാണം കഴിക്കാൻ പറയുന്നുവെന്നും അതുകൊണ്ട് താൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് റോഷ്നിയോട് ബ്രേക്കപ്പ് പറഞ്ഞ് അവർ പോവുകയാണ്. ഇതിൽ റോഷ്നി ആകെ തകർന്നു പോകുന്നു. ഈ ടെൻഷനോടെ അവർ തന്റെ ഹോസ്പിറ്റലിലെ മുറിയിലിരിക്കുമ്പോൾ അപ്പോഴാണ് ഒരു നേഴ്സ് വന്ന് ഒരു പേഷ്യന്റിനെ കാണാനുണ്ടെന്നും അവർക്ക് നിങ്ങൾ IVF ചെയ്യണമെന്നും പറയുന്നത്. പേഷ്യന്റ് ഏത് റൂമിലാണെന്ന് ചോദിക്കുമ്പോൾ 6ാം നമ്പർ റൂമെന്നും പറയുന്നു. ഇപ്പോൾ റോഷ്നി 6ാം നമ്പർ റൂമിന് പകരം 5ാം നമ്പർ റൂമിലേക്ക് പോകുന്നു. ആ റൂമിനുള്ളിൽ ആരാണെന്ന് അറിയാമോ? നമ്മുടെ നായികയായ റൂഹിയാണ്. റോഷ്നി ആ 6ാം നമ്പർ റൂമിലുള്ള പേഷ്യന്റിന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യാനാണ് പോകുന്നത്.
അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡോക്ടർ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന ബീജം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഒരു വാടക ഗർഭപാത്രത്തിനോ ഇഞ്ചക്ട് ചെയ്ത് ആ ബീജം വഴി ആ സ്ത്രീക്ക് കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കും. അതിനാണ് 6-ാം നമ്പർ റൂമിലേക്ക് റോഷ്നി പോകുന്നത്. എന്നാൽ ഇപ്പോൾ 6-ന് പകരം 5-ാം നമ്പർ റൂമിൽ വന്ന് അവിടെ ജനറൽ ചെക്കപ്പിന് വന്നിരിക്കുന്ന നമ്മുടെ നായിക റൂഹിക്ക് ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഇപ്പോൾ കട്ട് ചെയ്ത് ആ ശരിക്കുള്ള 6-ാം നമ്പർ റൂമിലേക്ക് ഡോക്ടർ റോഷ്നി വരുന്നു. അപ്പോൾ ആ റൂമിലുള്ളത് ആരാണെന്ന് അറിയാമോ? നമ്മുടെ നായകൻ സമറിന്റെ ഭാര്യ അലീഷയാണ്. യഥാർത്ഥത്തിൽ ഇവർക്കായിരുന്നു ആ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടിയിരുന്നത്. അലീഷയും പറയുന്നുണ്ട്, വേഗം പ്രോസസ്സ് തുടങ്ങ്. ഒരു വിധത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ ബീജം എടുത്ത് ഞാൻ ഇപ്പോൾ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്ന് സന്തോഷിക്കുമ്പോൾ, അയ്യോ അപ്പം നിങ്ങൾക്ക് തരാനുള്ള ഇഞ്ചക്ഷൻ ഞാൻ മാറി വേറൊരു പെൺകുട്ടിക്ക് കൊടുത്തല്ലോ, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആ ഡോക്ടറായ സമറിൻ്റെ അനിയത്തി റോഷ്നി തലയിൽ കൈവയ്ക്കുന്നു. ഇവിടെ അലീഷ ആകെ ദേഷ്യപ്പെടുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ നായികയ്ക്ക് ഒരു കാമുകനുണ്ടല്ലോ, ഓംകാർ. അയാൾ തന്റെ പോലീസ് ടീമിനെയും കൂട്ടിക്കൊണ്ട് നാട്ടിൽ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരാളെ പിടിക്കാൻ പോകുന്നു. എന്നാൽ അവിടെ അയാളുടെ സഹായി മാത്രമാണ് പിടിയിലാവുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കുന്നു. ഇതിനൊക്കെ ആരാണ് സപ്ലയർ, ആരാണ് ഇതെല്ലാം നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ മായാസ എന്നൊരു പേര് അയാൾ പറയുന്നു. ആ മായാസയാണ് ഈ സിനിമയിലെ വില്ലൻ. അയാളെ ഞാൻ കണ്ടിട്ടില്ല എന്നും പിടിയിലായിട്ടുള്ള ആൾ പറയുന്നു. ഇപ്പോൾ പിടിയിലായ ആളെയും കൊണ്ട് ഓംകാർ സ്റ്റേഷനിലേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ നായിക റൂഹി അവരുടെ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തല കറങ്ങി വീഴുന്നു. എന്തു പറ്റിയെന്ന് ചോദിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർ വന്ന് കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ പ്രഗ്നന്റ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത റൂഹിയുടെ അമ്മയുണ്ട്. ഡോക്ടർ പറയുന്നത് കേട്ട് അവർക്ക് ചിരിയാണ് വരുന്നത്. ഇതൊന്നും സാധ്യമല്ല, എൻ്റെ മകളൊരു കന്യകയാണ്, അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ, ദാ ഈ റിപ്പോർട്ട് നോക്ക്, നിങ്ങളുടെ മകൾ ശരിക്കും പ്രഗ്നന്റ് ആണ് എന്ന് പറയുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് ടെൻഷനായി. റിപ്പോർട്ട് നോക്കുന്നുണ്ട്, മകളെ സംശയത്തോടെയും നോക്കുന്നു. എന്നാൽ മകൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അമ്മേ എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. ഈ വിവരം നിന്റെ മുത്തശ്ശി അറിഞ്ഞാൽ എന്ത് ചെയ്യും? അയ്യോ, എന്നെ പോലെ തന്നെ ഇവളും ആയല്ലോ എന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് നമ്മുടെ നായികയ്ക്ക് ആ ഡോക്ടർ റോഷ്നിയുടെ അടുത്ത് ചെക്കപ്പിന് പോയ കാര്യം ഓർമ്മ വരുന്നത്. അവരുടെ ക്ലിനിക്കിൽ പോയി നോക്കാമെന്ന് തീരുമാനിക്കുന്നു. അതേസമയം ഇവിടെ ആ റോഷ്നി തന്റെ സഹോദരനായ സമറിനോടും സമറിന്റെ ഭാര്യ അലീഷയോടും ആ ഇഞ്ചക്ഷൻ മാറിപ്പോയ കാര്യവും നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടിയിരുന്ന ഇഞ്ചക്ഷൻ ഞാൻ വേറൊരു പെൺകുട്ടിക്ക് കൊടുത്തു എന്ന സത്യവും സമറിനോട് തുറന്നു പറയുന്നത്. ഇതിൽ സമറും ഭാര്യ അലീഷയും ആകെ ദേഷ്യപ്പെടുന്നു. അലീഷയാണെങ്കിൽ എനിക്കതൊന്നും അറിയണ്ട, ഞങ്ങൾ വർഷങ്ങളായി കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ വയറ്റിലല്ലെങ്കിലും സാരമില്ല, ഇപ്പോൾ ആ റൂഹി എന്ന പെൺകുട്ടി ആ കുഞ്ഞിനെ നല്ല രീതിയിൽ പ്രസവിച്ച് എനിക്ക് തരാൻ പറ എന്ന് റോഷ്നിയോട് പറയുന്നു. ഇപ്പോൾ നായിക റൂഹിയോടും അവരുടെ അമ്മയോടും ഈ സത്യം പറയുന്നു. അവരും ദേഷ്യപ്പെടുന്നു. ഞാൻ നിന്നെ കോടതി കയറ്റു എന്ന് പറഞ്ഞ് തൻ്റെ മകളെയും കൂട്ടിക്കൊണ്ട് നായികയുടെ അമ്മ അവിടെ നിന്ന് പോവുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നായിക ഈ വിഷയം തന്നെ കാമുകനോട് പറയാമെന്ന് കരുതി മടിച്ച് ഓംകാറിനോട് ഒരു ചെറിയ ഇഞ്ചക്ഷൻ മാറിപ്പോയത് കാരണം ഞാനിപ്പോൾ വേറൊരാളുടെ കുഞ്ഞിന് അമ്മയാവാൻ പോകുന്നു എന്ന് പറയുന്നു. ഇത് ഓംകാറിന് വലിയ ഷോക്കാവുന്നു. എന്താ നീ പുലമ്പുന്നത്, ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അവർ വിശദമായി പറയുന്നു. മറുവശത്ത് നമ്മുടെ നായകൻ സമർ ജിമ്മിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് രാജ് എന്നൊരാൾ വന്ന്, മച്ചാൻ നിനക്കിപ്പോൾ പുരുഷത്വമില്ല, നീ വിചാരിച്ചാലും നിനക്ക് കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിയില്ല, നീ എന്നോ ഫ്രീസ് ചെയ്ത് വെച്ച നിന്റെ ബീജം വെച്ച് നിന്റെ ഭാര്യയെ ഗർഭിണിയാക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ അതിപ്പോൾ മാറി ആ റൂഹിയുടെ ശരീരത്തിൽ പോയിരിക്കുന്നു, നീ എങ്ങനെയെങ്കിലും കാശ് കൊടുത്ത് ആ റൂഹിയുടെ മനസ്സ് മാറ്റ്, നിന്റെ കുഞ്ഞിനെ പ്രസവിപ്പിച്ച് അതിനെ നിങ്ങൾ വളർത്താൻ നോക്ക് എന്നൊരു മോശം ഐഡിയ കൊടുക്കുന്നു. ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ റൂഹി ഹോട്ടലിൽ ജോലിക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ നായകൻ സമർ റൂഹിയെ ഒരു റൂമിലേക്ക് വിളിക്കുന്നു. എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ നിന്റെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് വളരുന്നില്ലേ, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണ് എന്ന് സമർ പറയുന്നു. അവിടെ നമ്മുടെ നായികയ്ക്ക് ഭയങ്കര ദേഷ്യം വരാണ്. അപ്പോഴാണ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. 2016 ഒരു ദിവസം മാത്രം നമ്മുടെ നായിക ഈ സമറിനെ പ്രണയിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു ബീച്ച് റിസോർട്ടിൽ താമസിക്കുകയായിരുന്നു. ആ റിസോർട്ടിൽ ഈ സമറും വന്നിരുന്നു. അപ്പോൾ സംസാരിച്ച് പരിചയപ്പെട്ടാണ് ഈ സമറിനെ പ്രണയിച്ചത്. അങ്ങനെ ആദ്യമായി അവർ ഈ സമറിനെ ചുംബിച്ചിരുന്നു. അതുകൊണ്ടാണ് അതിപ്പോഴും ഓർമ്മ വച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഓംകാർ എന്നൊരു പയ്യനെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെയാണ് നിന്റെ കുഞ്ഞിനെ പ്രസവിച്ച് നിനക്ക് തരാൻ കഴിയുന്നത്? എനിക്കത് പറ്റില്ല. ഒന്നുകിൽ ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ തന്നെ വളർത്തും, അല്ലെങ്കിൽ അബോർട്ട് ചെയ്യും. അതെന്താണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ഒന്നും ഇതിൽ ഇടപെടണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവരവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ സമറും നമ്മുടെ നായിക റൂഹി ആ കുഞ്ഞിനെ തനിക്ക് തരാൻ സമ്മതിക്കുന്നില്ല എന്ന കാര്യം തൻ്റെ ഭാര്യ അലീഷയെ ഫോൺ ചെയ്ത് പറയുന്നു. അലീഷ അപ്പോൾ കിടക്കയിലായിരുന്നതുപോലെ കാണിക്കുന്നു. എന്താ സമറി പറയുന്നത്? നീ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണെന്ന് ആ റൂഹിയോട് പറഞ്ഞു. എങ്ങനെയെങ്കിലും അവൾക്ക് കാശ് കൊടുത്തിട്ടാണെങ്കിലും ആ കുഞ്ഞിനെ പ്രസവിച്ച് നമുക്ക് തരാൻ പറ എന്ന് പറയുന്നു. എന്തിനാണ് അലീഷ ഇത്രയധികം ആ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ് കാണിക്കുന്നത്. നമ്മുടെ സമറിന് രാജ് എന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ, ഇയാളുമായി സമറിന്റെ ഭാര്യ അലീഷയ്ക്ക് ഒരു ബന്ധമുണ്ട്. നേരത്തെ തന്നെ ഈ അലീഷ സമറിന്റെ സ്വത്തിന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ അതിനുശേഷം ഡിവോഴ്സ് വാങ്ങുമ്പോൾ സ്വത്ത് കുറച്ചുകൂടി കൂടുതൽ കിട്ടുമല്ലോ. അതിനാണ് ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ അവർ ഇത്രയധികം ആഗ്രഹിക്കുന്നത്. അതിനുശേഷം സമറിൽ നിന്ന് ഡിവോഴ്സും പണവും വാങ്ങി സമറിനെ മൊത്തത്തിൽ പറ്റിച്ച് അയാളുടെ സുഹൃത്തായ ഈ രാജിനൊപ്പം സെറ്റിൽ ആകാനാണ് അലീഷയുടെ പ്ലാൻ. എന്നാൽ ഇതൊന്നും നമ്മുടെ സമറിന് അറിയില്ല. മറുവശത്ത് റൂഹിയുടെ കാമുകൻ ഓംകാറിന് ഭയങ്കര ദേഷ്യം വരുന്നു.
റൂഹി വീട്ടിലായിരിക്കുമ്പോൾ നീ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുക പറഞ്ഞ് ആ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കാൻ വരുന്നു. അങ്ങനെ ഇവർ സംസാരിക്കുന്നത് നമ്മുടെ നായികയുടെ മുത്തശ്ശി ഒളിഞ്ഞു കേൾക്കാണ്. അവർക്ക് ദേഷ്യം വരാണ്. എൻ്റെ കയ്യിൽ നിന്ന് സത്യം വാങ്ങിയിട്ടും നീ കുടുക്ക പൊട്ടിച്ചില്ലേ, അപ്പോൾ ആ സത്യത്തിന് അത്രേ വിലയുള്ളൂ? നിന്റെ അമ്മയും ഇങ്ങനെയായിരുന്നു. അവളുടെ 19ാം വയസ്സിൽ പ്രഗ്നന്റ് ആയി വന്നു നിന്നു. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ഉപേക്ഷിച്ചു പോയെന്ന് നിന്റെ അമ്മ പറഞ്ഞു. ആ ഗതി ഇപ്പോൾ നിനക്കും വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴാണ് നായിക തനിക്ക് സംഭവിച്ച ആ അപകടത്തെക്കുറിച്ച് മുത്തശ്ശിയോടും പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നായിക അവരുടെ ഹോട്ടലിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആലീഷ വന്ന് നായികയെ മയക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ നിന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞാണ്. കുഞ്ഞിന് വേണ്ടി ഞാനും സമറും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണം. നീ എനിക്ക് ദേവിയെ പോലെയാണ് എന്നെല്ലാം പറഞ്ഞ് ബിൽഡപ്പ് കൊടുക്കുന്നു. ഇതിലൂടെ ഒരുപാട് ആലോചിച്ച് നോക്കി നമ്മുടെ നായിക ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നതിന് പകരം പ്രസവിച്ച് അവർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഈ വിഷയം തൻ്റെ വീട്ടിലും അവർ പറയുന്നുണ്ട്. നമ്മുടെ നായികയുടെ തീരുമാനം വിചിത്രമാണെങ്കിലും മനസ്സോടെ നായികയുടെ മുത്തശ്ശിയും അമ്മയും അതിന് സമ്മതിക്കുന്നു. അപ്പോഴാണ് അവിടെ മറ്റൊരു ട്വിസ്റ്റ് കാണിക്കുന്നത്. ആ സീരിയൽ നടൻ വനരാജ് എന്ന് പറഞ്ഞില്ലേ, ആ സീരിയൽ വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സീരിയലിലെ സൂപ്പർ സ്റ്റാറാണ് അയാൾ നമ്മുടെ നായികയുടെ അമ്മയുടെ ഇൻസ്റ്റാഗ്രാം ID ഇരുന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ വനരാജ് വേറെ ആരുമല്ല, നമ്മുടെ നായികയുടെ അച്ഛൻ തന്നെയാണ്. അയാൾ വീണ്ടും തൻ്റെ കുടുംബവുമായി ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നായിക ആ ഓംകാറിൻ്റെ അടുത്ത് വന്ന് ഞാനൊരു തീരുമാനം എടുത്തു. അതായത് ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ തന്നെയാണ് പോകുന്നത്. കാരണം എൻ്റെ അമ്മയും ഒരു സിംഗിൾ മദറായിട്ടാണ് എന്നെ പ്രസവിച്ചത്. എൻ്റെ അമ്മ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ച് ചെറുപ്പത്തിൽ എന്നെ അബോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്നെ ഇപ്പോൾ നിനക്ക് കിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ എന്തിന് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം? ഈ കുഞ്ഞിനെ പ്രസവിച്ച് അവർക്ക് കൊടുത്തിട്ട് നമുക്ക് പുതിയ ജീവിതം തുടങ്ങാമെന്ന് പറഞ്ഞ് തൻ്റെ കാമുകൻ ഓംകാറിനെ കൺവിൻസ് ചെയ്യുന്നു. അതിനും അയാൾ സമ്മതിക്കുകയാണ്. മറുവശത്ത് നായകന്റെ സുഹൃത്ത് രാജ് എന്ന് പറഞ്ഞില്ലേ, അയാൾ മുൻ സീനിൽ ഓംകാർ അറസ്റ്റ് ചെയ്ത് ആ മോശം കുറ്റവാളിയെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലിറക്കി കൊണ്ടുവരാണ്. അപ്പോഴാണ് അവിടെ നടക്കുന്ന പല ഇല്ലീഗൽ ബിസിനസ്സുകളിലും ഈ രാജിന് പങ്കുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. ഇവിടെ കുഞ്ഞിനെ നമ്മുടെ നായിക കൊടുക്കുന്നതിന് ഒരു അനൗൺസ്മെന്റ് സമറും ഭാര്യ അലീഷയും നടത്താൻ ആഗ്രഹിക്കുന്നു. അതിനായി 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു വലിയ പാർട്ടി അറേഞ്ച് ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ നായികയുടെ അമ്മ വീട്ടിലിരിക്കുമ്പോൾ അവരെ കാണാനായി ആ നടൻ വനരാജ് വരുന്നു. 20 വർഷം മുമ്പ് നിന്നോട് ചെയ്ത ദ്രോഹത്തിന് എന്നോട് ക്ഷമിക്കണം. നിങ്ങളില്ലാതെ, നിങ്ങളുടെ കുടുംബമില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. എനിക്ക് എൻ്റെ മകളെ കാണണം. നിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെല്ലാം പറയുന്നു. എന്നാൽ ഇപ്പോൾ ആ നടൻ വനരാജിന്റെ കൂടെ പോകാൻ നമ്മുടെ നായികയുടെ അമ്മ വിസമ്മതിക്കുകയാണ്. ഈ വനരാജിന് അപ്പോൾ കല്യാണം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞതാണ്. അയാൾ 20 വർഷമായി ഒരേ സീരിയലിൽ അഭിനയിക്കുകയാണല്ലോ. ആ സീരിയലിൽ തന്നോടൊപ്പം അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണ് അയാൾ വിവാഹം കഴിച്ചത്. കാരണം ആ സീരിയലിൽ അവർ ജോഡികളാണ്. എന്നാൽ കല്യാണത്തിന് ശേഷം അവർ ജോഡികളായിരിക്കില്ല. അതൊരു ഫേക്ക് മാരേജ് പോലെയാണ്. മറ്റൊരു വശത്ത് ഈ രാജ് നമ്മുടെ സമറിന്റെ ഭാര്യ അലീഷയോടൊപ്പം ഇരുന്ന് വൈകുന്നേരം ആ പാർട്ടിയിൽ നീ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ അഭിനയം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് അടുക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അത് ദൂരെ നിന്ന് ഒരാൾ ബൈനോക്കുലർ വെച്ച് നോക്കുന്നത്. ആ ഒരാൾ വേറെ ആരുമല്ല, ആ പോലീസുകാരനായ നമ്മുടെ നായികയുടെ കാമുകൻ ഓംകാറാണ്. അയാൾ എന്തിനാണ് ഇതെല്ലാം നിരീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഓംകാർ അറസ്റ്റ് ചെയ്ത ആ മോശം കുറ്റവാളിയെ ഈ രാജ് ജാമ്യപ്പെടുത്തിയില്ലേ, അതുകൊണ്ട് രാജിന്റെ മേൽ സംശയം തോന്നി ആ രാജിനെ ഫോളോ ചെയ്താണ് ഇയാൾ നോക്കുന്നത്. എന്നാൽ അവിടെ രാജിനും ഈ സമറിന്റെ ഭാര്യയ്ക്കും ബന്ധമുണ്ടെന്ന കാര്യം അപ്പോഴാണ് അയാൾ അറിയുന്നത്. അയ്യോ, ഇങ്ങനെയുള്ള ആൾക്കാണോ നമ്മുടെ ഗേൾഫ്രണ്ട് റൂഹി കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കുന്നത്? ഇതിന് പിന്നിൽ വലിയ ചതിയുണ്ടെന്ന് തോന്നുന്നു എന്ന് ഈ ഓംകാറിന് ഭയം വരുന്നു. ഇപ്പോൾ ഈ പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ചെക്കപ്പിനായി നമ്മുടെ നായിക ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവിടെ നായികയുടെ കുടുംബവും ഉണ്ട്. നായികയുടെ കാമുകൻ ഓംകാറും ഉണ്ട്. മറുവശത്ത് ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയുമായ സമറും ഭാര്യ അലീഷയും വന്നിട്ടുണ്ട്. ഡോക്ടർ വളരെ ടെൻഷനായി കുഞ്ഞിന്റെ അച്ഛൻ മാത്രം ഇവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ സമർ നിൽക്കുകയാണ്. ഓംകാറും നിൽക്കുന്നു. ഞാൻ ഈ പെൺകുട്ടിയുടെ കാമുകനാണ്, ഞാൻ ഈ പെൺകുട്ടിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാണ് എന്ന് സമർ പറയുന്നു. ഇപ്പോൾ സമറിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും വെളിയിലേക്ക് അയക്കുന്നു. അങ്ങനെ സമറിന്റെ മുന്നിൽ വെച്ച് ചെക്കപ്പ് ചെയ്യുന്നതിന് നമ്മുടെ നായികയ്ക്ക് ഒരുമാതിരി ചമ്മൽ തോന്നുകയാണ്. ഇവിടെ വെളിയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഓംകാർ സമറിന്റെ ഭാര്യ അലീഷയുടെ അടുത്ത് വന്ന്, ഇനിയെങ്കിലും മര്യാദയ്ക്കിരുന്നു, നിങ്ങൾക്കും ആ രാജനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്കറിയാം, ഇനിയും ആ ബന്ധം തുടർന്നാൽ ഞാൻ സമറിനോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. എന്നാൽ അതിനും ആ അലീഷ ഒട്ടും കൂസലില്ലാതെ, നീ സമറിനോട് പറഞ്ഞു കൊടുത്താൽ നിന്റെ ഗേൾഫ്രണ്ടിന്റെ വയറ്റിൽ വളരുന്ന ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ വാങ്ങില്ല. അതിനുശേഷം ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞിനെ നിങ്ങൾ തന്നെ വളർത്തേണ്ടി വരും. ആലോചിച്ച് നോക്ക്, കല്യാണത്തിന് ശേഷം നീ മറ്റൊരാളുടെ കുഞ്ഞിനെ വളർത്തിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. നീ അത് ചെയ്താൽ ഞാനിത് ചെയ്യും എന്ന് പറയുന്നു. ഇതിൽ ഓംകാർ ലോക്കാവുന്നുണ്ട്. ഓംകാറിന് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഇവർ വാങ്ങിയാൽ മതി. ഇപ്പോൾ നമ്മുടെ നായിക ചെക്കപ്പ് കഴിഞ്ഞ് ഓംകാറിന്റെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നമ്മുടെ നായിക ഒരു ചെറിയ കള്ളം പോലും ആരോടും പറയില്ലെന്ന്, അതുപോലെ 7 വർഷം മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിൻ്റെ അച്ഛനായ സമറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻഫാക്ട് ഞാൻ അവനെ ഒരു ദിവസം പ്രണയിക്കുകയും അവനൊരു ഉമ്മ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തൻ്റെ കാമുകൻ ഓംകാറിനോട് അവൾ പറയുന്നു. ഇത് ഓംകാറിന് ഒരുമാതിരി ആവുന്നു. എന്നോ നടന്ന കാര്യം, അത് നിനക്ക് എന്നോട് മറച്ചു വെക്കാമായിരുന്നു, ഇതൊക്കെ എന്തിനാ ഓപ്പണായി പറയുന്നത്, എൻ്റെ മനസ്സിൽ ഒരുമാതിരി ആവുന്നു എന്ന് ഓംകാർ വിഷമിക്കുകയാണ്.
ഇത്രയൊക്കെ നടന്നിട്ടും നീ ആ സമറിന്റെ ഹോട്ടലിൽ ജോലി ചെയ്യണോ? ആ ജോലി വിട്ടിട്ട് വേറെ ജോലിക്ക് മാറ് എന്ന് നായികയോട് കാമുകൻ ഓംകാർ പറയുന്നു. അങ്ങനെ നായികയും വേറെ ജോലി നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നായികയുടെ അമ്മ വന്ന്, നീ ഈ ജോലി വിട്ടാൽ ഈ പ്രഗ്നൻസി സമയത്ത് വേറെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഈ ജോലി നിനക്കൊരു സെക്യൂരിറ്റി തരുന്നുണ്ട്, അതുകൊണ്ട് തൽക്കാലം നീ ഈ ജോലിയിൽ തുടര്. ഇത് നീ നിന്റെ കാമുകനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നും പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായികയും ഓംകാറിനെ വിളിച്ച് ഈ കാര്യം പറയുന്നു. ഓംകാറിന് അത് വിഷമമാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഓംകാർ പതിവ് പോലെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഈ രാജിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജ് വീണ്ടും ഈ സമറിന്റെ ഭാര്യ അലീഷയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അലീഷ, രാജ്, നമ്മുടെ കാര്യമൊക്കെ ലോകം അറിഞ്ഞു, നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി, അതുകൊണ്ട് നമുക്കിത് ഇപ്പോഴേ നിർത്താം, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു വരുന്നു. എന്നാൽ രാജ് അവിടെ ദേഷ്യപ്പെടുകയാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അലീഷയെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുകയാണ്. ഇതിൽ അലീഷ ഭയന്നു പോകുന്നു. ഉടനെ രാജിനോട്, ഞാൻ ചുമ്മാ അഭിനയിച്ചതാ, ഞാനെന്തിനു നിന്നെ വിട്ടു പോകണം എന്ന് അഭിനയിച്ചിട്ട് അവിടെ വിട്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അവിടെ രാജ് അലീഷയുടെ കഴുത്തിന് പിടിക്കുമ്പോൾ അലീഷയുടെ മാല അവിടെ പൊട്ടി താഴെ വീഴുന്നു. ഇതും മുകളിൽ നിന്ന് ഓംകാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറുവശത്ത് വൈകുന്നേരം ആ പാർട്ടി ആരംഭിക്കുമ്പോൾ ആ പാർട്ടിയിൽ വെച്ചാണ് ഇവർ ആ കുഞ്ഞിന്റെ കാര്യം അവിടെയുള്ള എല്ലാവരോടും പറയാൻ പോകുന്നത്. അങ്ങനെ ആ പാർട്ടിയിൽ ഒരു വിപരീത സംഭവം നടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ടെറസിൽ നിന്ന് ഒരാൾ താഴേക്ക് വീഴുന്നു. ആ വ്യക്തി വേറെ ആരുമല്ല, നമ്മുടെ സമറിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ രാജാണ്. അങ്ങനെ അയാളാണ് ടെറസിൽ നിന്ന് താഴെ വീണ് മരിക്കുന്നത്. അങ്ങനെ അയാളെ ആരാണ് കൊന്നത് എന്നോർത്ത് എല്ലാവരും മരവിച്ചു പോവാണ്. ഇപ്പോൾ നമ്മുടെ നായിക തന്റെ കാമുകനായ ഓംകാറിന്റെ അടുത്ത് വന്ന്, നമ്മുടെ റിലേഷൻഷിപ്പ് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയാലോ? എത്ര നാളായി പൊട്ടിക്കാതെ വെച്ചിരിക്കുന്ന എൻ്റെ കുടുക്ക, അതായത് എനിക്ക് നിൻ്റെയോട് അടുത്ത് ഇടപെടണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയോ എൻ്റെ വയറ്റിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു, ഇനി എൻ്റെ കന്യാത്വം നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അവിടെ ഓംകാറും സന്തോഷവാനാവുന്നുണ്ട്. നീ ജോലി ചെയ്യുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ നമുക്കൊരു റൂം എടുത്ത് അവിടെ സന്തോഷമായിരിക്കാം എന്ന് പറഞ്ഞ് ഇവരൊരു പ്ലാൻ ഇടുന്നു. അതേസമയം ആ ഹോട്ടലിൽ ഇപ്പോൾ രാജ് എന്നാൾ മരിച്ചിരിക്കുകയാണല്ലോ, ആ വിഷയം അവിടെ ആകെ പുകയുന്നു. നമ്മുടെ നായകന്റെ അച്ഛൻ നായകൻ സമറിനോട് വന്ന് ആ രാജിന്റെ ബോഡി വേഗം അടക്കം ചെയ്യും, അവന് അന്ത്യോപചാരം ഒന്നും അർപ്പിക്കണ്ട എന്ന് പറയുന്നു. എന്നാൽ സമറിന് രാജന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവൻ ഇങ്ങനെ സംഭവിച്ചത് തന്നെ എനിക്ക് ഷോക്കിംഗ് ആണ്, അവന്റെ ബോഡി റെസ്പെക്റ്റോടെ അടക്കം ചെയ്യണം എന്ന് സംസാരിക്കുന്നു. ഇപ്പോൾ ഈ അലീഷ ആ രാജിന്റെ റൂമിന്റെ വാതിൽക്കൽ നിന്ന് എന്തോ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ ഓംകാറും ശ്രദ്ധിക്കുന്നു. അലീഷയെ തനിച്ച് കൂട്ടിയിട്ട് വന്ന്, ആ രാജിനോടൊപ്പം നീയല്ലേ അടുത്ത് ഇടപഴകിയിരുന്നത്, ആ രാജിനെ നീയാണോ കൊന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അലീഷയും, ഞാൻ ചതിക്കും, കള്ളം പറയും, പക്ഷെ കൊല്ലുന്ന അത്രയ്ക്ക് പോവില്ല, ശരിക്കും ഞാനത് ചെയ്തിട്ടില്ല, വേറെ ആരോ ആണ് ചെയ്തത്, പക്ഷെ ഞാൻ രാജിന്റെ കൂടെ ഉണ്ടായിരുന്നത് സത്യമാണ്. എൻ്റെ ഒരു ചെയിൻ ആ റൂമിലുണ്ട്, അത് നീ എങ്ങനെയെങ്കിലും എടുത്തു തരണം, ഇല്ലെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ വാങ്ങില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. മറുവശത്ത് ഈ അലീഷ നമ്മുടെ നായികയെ വിശ്വസിപ്പിക്കാനായി, ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിനായി ഞാൻ പ്രത്യേക റൂമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നായിക റൂഹിയോട് പറയുന്നു. റൂഹിയും അലീഷയ്ക്ക് ഈ കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം സമറിനോട് നായിക ഫ്രണ്ട്ലി ആയി സംസാരിക്കാൻ തുടങ്ങുന്നു. കാരണം സമറല്ലേ ആ കുഞ്ഞിന്റെ അച്ഛൻ. സമറും തന്റെ സുഹൃത്ത് മരിച്ചതിനെക്കുറിച്ചും അതുമൂലം താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെക്കുറിച്ചും തന്റെ ഭാര്യയോട് പോലും ഡിസ്കസ് ചെയ്യാൻ പറ്റാതെ ഈ നായികയായ റൂഹിയോട് ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ ഓംകാറും വളരെ കഷ്ടപ്പെട്ട് ആ രാജിന്റെ റൂമിൽ അലീഷയുടെ ചെയിൻ കിട്ടുമോ എന്ന് തിരയുന്നു, പക്ഷെ കിട്ടുന്നില്ല. ഇവിടെ നമ്മുടെ നായിക ഹോട്ടലിൽ ഇരിക്കുമ്പോൾ അവരെ കാണാനായി അവരുടെ അച്ഛനായ ആ നടൻ അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ നായികയോട് ഞാനാണ് നിന്റെ അച്ഛൻ എന്ന് പറയാതെ ഒരു നടനെ പോലെ തന്നെ അവിടെ വന്ന് നന്നായി സംസാരിക്കുന്നു. ഇപ്പോൾ രാത്രിയാവുന്നു. നമ്മുടെ നായിക പ്ലാൻ ചെയ്ത പോലെ ഇന്ന് രാത്രി അവർ ഒരു റൂമിൽ പോയി തന്റെ കാമുകൻ ഓംകാറിനൊപ്പം ഒന്നിക്കാൻ പോവാണ്. എന്നാൽ അവരിറങ്ങുമ്പോൾ തന്നെ മുത്തശ്ശി വന്ന്, നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഫ്രണ്ടിന്റെ വീട്ടിൽ തങ്ങാൻ പോകുന്നു എന്ന് ആദ്യമായ ഒരു കള്ളം പറയുന്നു. എന്നാൽ കള്ളം പറഞ്ഞല്ലോ എന്ന വിഷമത്തിൽ, ഞാൻ ഓംകാറിനൊപ്പം റൂമിൽ ഒന്നിക്കാൻ പോവാണ്, ഞങ്ങൾ വേഗം കല്യാണം കഴിക്കാൻ പോകുന്നു, അതുകൊണ്ടാണ് കല്യാണത്തിന് മുമ്പേ ഞങ്ങൾ ഇങ്ങനെ ഒന്നിക്കുന്നത് എന്ന് സത്യം അവിടെ ഓപ്പണായി പറയുന്നു. ഇതിൽ നായികയുടെ അമ്മയ്ക്ക് സന്തോഷമാണെങ്കിലും മുത്തശ്ശി വിഷമിക്കുകയാണ്. അങ്ങനെ സത്യം പറഞ്ഞിട്ട് ഇപ്പോൾ ആ ഹോട്ടൽ റൂമിലേക്ക് നമ്മുടെ നായിക വരുന്നു. അവിടെ ഓംകാറും വരുന്നുണ്ട്. രണ്ടുപേരും ഒന്നിക്കാമെന്ന് കരുതി അടുത്ത് വരുമ്പോൾ അപ്പോൾ അവിടേക്ക്, അതായത് അതേ ഹോട്ടലിലേക്ക് ഈ അലീഷ വന്നിട്ടുണ്ട്. അതേ ഹോട്ടലിലല്ലേ ഈ രാജ് താമസിച്ച് ആ റൂമിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അങ്ങനെ രാജിന്റെ റൂമിൽ വന്ന് തന്റെ ചെയിൻ എടുക്കണമെന്ന് വിചാരിക്കുന്നു. അതിനായി അവിടുത്തെ ഫയർ എല്ലാം അടുപ്പിച്ച് അവർ ആ റൂമിനുള്ളിലേക്ക് കിടക്കുന്നു. ഇവിടെ നായികയും ഓംകാറും എന്തോ ഫയർ എല്ലാം അടിക്കുന്നു എന്ന് പറഞ്ഞ് അവർ വിചാരിച്ച കാര്യം ചെയ്യാൻ പറ്റാതെ താഴേക്ക് ഓടി വരുന്നു. നമ്മൾ രണ്ടുപേരും ഒന്നിക്കാൻ വിചാരിക്കുമ്പോഴെല്ലാം എന്തെങ്കിലും തടസ്സം വരുന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ശരിയാവില്ല, എത്ര നാൾ വെയിറ്റ് ചെയ്തു, കല്യാണം വരെ വെയിറ്റ് ചെയ്യാം, കല്യാണത്തിന് ശേഷം ഒന്നിക്കാം എന്ന് അവിടെ നമ്മുടെ നായിക ഓംകാറിനോട് പറയുന്നു. ഓംകാറും അവിടെ മുട്ടുകുത്തി നിന്ന്, അപ്പോൾ വേഗം തന്നെ കല്യാണം കഴിക്കാം, എൻ്റെ വീട്ടുകാരെ വിട്ട് നിങ്ങളുടെ അമ്മയോടും മുത്തശ്ശിയോടും പെണ്ണ് ചോദിക്കാൻ പറയാം എന്ന് ഓംകാർ പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായിക സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് തിരികെ വന്ന് മുത്തശ്ശിയോട്, ഹോട്ടൽ റൂമിൽ ഞങ്ങൾക്കിടയിൽ ഒന്നും നടന്നില്ല, നാളെ ഓംകാർ പെണ്ണ് ചോദിക്കാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നു. അവിടെ മുത്തശ്ശിയും അമ്മയും സന്തോഷിക്കുന്നു. പ്രധാനമായും നായികയുടെ അമ്മ തന്റെ ജീവിതം ചോദ്യചിഹ്നമായ പോലെ നമ്മുടെ മകളുടെ ജീവിതം ആയില്ല, നമ്മുടെ മകൾ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വളരെ സന്തോഷിക്കുന്നു.
ഇപ്പോൾ ഓംകാറും അടുത്ത ദിവസം തന്റെ അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് നമ്മുടെ നായികയുടെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ അന്നത്തെ ദിവസം വിചാരിച്ച പോലെയല്ല. ഓംകാറിന്റെ അച്ഛനും അമ്മയും നായികയുടെ അമ്മയ്ക്ക് ഭർത്താവില്ല, ആണുങ്ങളില്ലാത്ത വീട് എന്നൊക്കെ പറഞ്ഞ് വളരെ താഴ്ത്തി സംസാരിക്കുന്നു. ഇതിൽ നായികയുടെ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിന് വിഷമാവുന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ നായിക ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഭയങ്കരമായ സ്വപ്നം വരുന്നു. ആ സ്വപ്നത്തിലാണ് നമ്മുടെ നായികയുടെ ജീവിതം മൊത്തത്തിൽ മാറുന്നത്. അങ്ങനെ നമ്മുടെ നായിക, ഈ സമറില്ലേ നായകൻ, അയാളോടൊപ്പം ഒരു റൂമിൽ ഒന്നിക്കുന്നതായി സ്വപ്നം കാണുന്നു. അതിൽ അവർ വളരെ ഷോക്കാവുന്നുണ്ട്. ഇയാളുടെ കുഞ്ഞിനെ നമ്മൾ ചുമക്കുന്നത് കൊണ്ടാണോ ഈ സ്വപ്നം വന്നത്, അതോ ശരിക്കും അയാളോട് സംസാരിച്ച് നമുക്ക് ആ ഫീൽ വന്നതാണോ എന്നിവർക്ക് തീരുമാനിക്കാൻ പറ്റാതെ വിഷമിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നായികയും ഈ ഓംകാറിനൊപ്പം വന്ന് അവരുടെ ജാതകം നോക്കുന്നുണ്ട്. എന്നാൽ ഓംകാറിനും അവർക്കും പൊരുത്തമില്ലെന്ന് അവിടുത്തെ ജ്യോത്സ്യൻ പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായിക റൂഹി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നത് ഓംകാർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ റൂഹി കള്ളം പറയില്ലല്ലോ. അങ്ങനെ ഇന്നലെ രാത്രി എൻ്റെ സ്വപ്നത്തിൽ ഈ സമറിനൊപ്പം ഞാൻ ഒന്നിക്കുന്നതായി കണ്ടു എന്ന് പറയുന്നു. ഇതിൽ ഓംകാർ ഭയങ്കര ടെൻഷൻ ആവുന്നു. നമ്മളെന്തോ തെറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നു. ഇനി മുതൽ ഓംകാറിനോട് നമ്മൾ സത്യസന്ധമായിരിക്കണം. സമറിനോട് ഫ്രണ്ടായിട്ട് പോലും സംസാരിക്കരുത്. മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യണം. അവൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു കൊടുത്തിട്ട് നമ്മൾ പോകണം എന്നൊരു തീരുമാനമെടുത്ത് അവർ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ സമറിനെ കണ്ടാൽ പോലും മുഖം തിരിച്ച് നടക്കുകയാണ്. എന്നാൽ സമർ തന്നെ ഇപ്പോൾ നായികയോട് വന്ന് സംസാരിക്കുകയാണ്. ഇവർ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും അവിടെ വീണ്ടും വീണ്ടും ഈ സമറിനെ കാണുന്നു. അത് മാത്രമല്ല, ഇവരുടെ കണ്ണിൽ ആ സമർ വളരെ സുന്ദരനും വളരെ അട്രാക്റ്റീവുമായും തോന്നുന്നു. മറുവശത്ത് നമ്മുടെ നായികയുടെ മുത്തശ്ശിക്ക് അവരുടെ മകളുടെ ഭർത്താവ് ആരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തിനാണ് എൻ്റെ മകളെ ചതിച്ചത് എന്ന് ചോദിച്ച് ആ നടനില്ലേ അയാളോട് രണ്ടിലൊന്ന് ചോദിക്കാനായി അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് അവർ വരുന്നു. എന്നാൽ അയാളെ അവിടെ കണ്ടത് മുത്തശ്ശിയുടെ മനസ്സ് മാറുന്നു. ആ നടനും മുത്തശ്ശിയുടെ അടുത്ത് വന്ന് വളരെ നന്നായി സംസാരിക്കുന്നു. നിന്റെ മകൾ റൂഹിയുടെ കല്യാണം നടക്കാൻ പോവാണ്. പെണ്ണ് ചോദിക്കാൻ വന്നവർ അച്ഛനില്ല എന്ന് പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു. അവൾക്കൊരു അച്ഛനെ വേണം എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ ആ നടൻ വനരാജ്, ഞാനുണ്ട്, ഈ കല്യാണം സൂപ്പറായി നടത്തി തരാം എന്ന് പറയുന്നു. മറുവശത്ത് ഈ ഓംകാർ ആ റൂമിൽ ഒരു പ്രധാനപ്പെട്ട വിവരം കണ്ടെത്തുന്നു. അതായത് ആ രാജു മരിച്ചു കിടന്ന റൂമിൽ വാതിലിനടുത്ത് ഒരു അടയാളമുണ്ട്. അങ്ങനെ ഓംകാർ അത് കണ്ടുപിടിച്ച് ഹോട്ടലിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന തന്റെ ഗേൾഫ്രണ്ടായ നമ്മുടെ നായിക റൂഹി ആ സമറിനോട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. ഇയാൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോഴും നീ ആ സമറിനോട് എന്തിനാ ഇങ്ങനെ കുഴഞ്ഞു സംസാരിക്കുന്നത്? നീ ശരിക്കും എന്നെയാണോ അതോ അവനെയാണോ സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അവിടെ വെച്ച് വഴക്കിട്ട് പോവാണ്. ഇതിൽ റൂഹിക്ക് ഒരു മാതിരി ആവുന്നുണ്ട്. ഇത്രയും നാൾ നമ്മൾ കന്യകാത്വത്തോടെ ഒരു കൺട്രോളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് പ്രഗ്നന്റ് ആയപ്പോൾ ഈ കുഞ്ഞിന്റെ അച്ഛനായ സമറിനോടും നമ്മുടെ കാമുകൻ ഓംകാറിനോടും രണ്ടു തരം സ്നേഹം തോന്നാൻ നോക്കുന്നത്. നമ്മൾ ഓംകാറിനോട് മാത്രമായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഇത്രയും വർഷത്തെ കാമം എല്ലാം ഓംകാറിന് ഒരു കത്തായി എഴുതണം എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതുന്നു. അങ്ങനെ അടുത്ത ദിവസം ഓംകാറിനെ കണ്ട് ആ കത്ത് കൊടുത്ത് ഇതിനുള്ളിൽ എൻ്റെ എല്ലാവിധ ഫീലിങ്സും ഉണ്ട്, ഇത് വായിക്കണം എന്ന് പറയുന്നു. എന്നാൽ അതിൽ ഈ സമറിന്റെ ഫോട്ടോയാണ് ഉള്ളത്. ഓംകാർ വീണ്ടും ദേഷ്യപ്പെടാണ്. അപ്പോഴാണ് ഈ ലെറ്റർ മാറിപ്പോയ വിവരം നായികയ്ക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾക്ക് കൊടുക്കേണ്ടിയിരുന്ന ആ കത്ത് അറിയാതെ ആ സമറിന്റെ ടേബിളിൽ വെച്ച് പോയിരുന്നു. ഇപ്പോൾ അതെടുക്കാനായി നായിക അങ്ങോട്ടേക്ക് വരുമ്പോൾ ഓംകാറിന് കൊടുക്കേണ്ടിയിരുന്ന ആ കത്ത് സമർ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വായിച്ച സമറിന് ഇപ്പോൾ നമ്മുടെ നായിക റൂഹിയോട് ഒരു ഫീലിങ്സ് വരുന്നുണ്ട്. റൂഹിയും അതെന്റെ കാമുകൻ ഓംകാറിന് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് ആ ലെറ്റർ വാങ്ങി വന്ന് ഇപ്പോൾ നമ്മുടെ ഓംകാർ ഒരു ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ആ ബാത്റൂമിൽ വെച്ച് അവർ തന്നെ ആ കത്ത് വായിച്ച് കേൾപ്പിക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ റൂഹിയോട് ഓംകാറിന് പൂർണ്ണ വിശ്വാസവും സ്നേഹവും ഫീലിങ്സും വരുന്നത്. ഇതിൽ ഓംകാറിന് ഒരു പുതിയ പോയിന്റും കിട്ടുന്നു. ആ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ഒരു ട്രോളി കാണുന്നുണ്ട്. അങ്ങനെ രാജിന്റെ റൂമിൽ ഒരു അടയാളം ഉണ്ടല്ലോ, അതൊരു ട്രോളി ഇടിച്ച അടയാളമാണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ റൂമിൽ വന്ന് ആ രാജിനെ കൊന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. അതേസമയം ഇവിടെ നമ്മുടെ നായകൻ സമർ അലീഷയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ അലീഷ, കുറച്ച് നാളായി സങ്കടത്തിലാണല്ലോ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് രാജു മരിച്ചതിന് ശേഷമാണ് നീ കൂടുതൽ സങ്കടത്തിൽ. ആ രാജുമായി നിനക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ എന്ന് അയാൾ ചുമ്മാ ചോദിക്കുകയാണ്. അലീഷയും നമ്മുടെ ഭർത്താവ് സത്യം അറിഞ്ഞു എന്ന് കരുതി അതെ, ഒരേ ഒരു ബന്ധമുണ്ടായിരുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. ഇതിൽ ഇയാൾ ഭയങ്കരമായി ഷോക്കാവുന്നുണ്ട്. ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ, അപ്പോൾ അത് സത്യമായിരുന്നു, എന്നെ ചതിച്ചില്ലേ നീ, നമുക്ക് വേഗം ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണം എന്ന് അലീഷയോട് പറയുന്നു. അലീഷയും എടുത്തു ചാടി സത്യം പറഞ്ഞല്ലോ എന്നോർത്ത് വിഷമിക്കുകയാണ്. ഇവിടെ നായികയ്ക്കും ഓംകാറിനും നിശ്ചയത്തിനായി ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കടയിലേക്ക് നായികയുടെ അച്ഛനായ ആ നടൻ വരുന്നു. ആ നടനെ കണ്ടതും ഈ ഓംകാറിന്റെ അമ്മയും അച്ഛനും ഭയങ്കരമായി ഷോക്കാവാണ്. അദ്ദേഹം തന്നെ വന്ന് ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുന്നത് കാരണം ഈ കുടുംബത്തോട് അവർക്കൊരു ബഹുമാനം തോന്നുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ നായികയ്ക്ക് ആ നടൻ വേറെ ആരുമല്ല തൻ്റെ അച്ഛൻ തന്നെയാണെന്ന് മനസ്സിലാവുന്നത്. ഇത്രയും വർഷം വരാത്ത അച്ഛൻ ഇപ്പോൾ വന്നത് കാരണം അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതേസമയം അലീഷ രഹസ്യമായി അവരുടെ പഴയൊരു സുഹൃത്തിനെ വന്ന് കാണുന്നുണ്ട്. ആ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് അലീഷ ഒരുപാട് പണം കടം വാങ്ങിയിട്ടുണ്ട്.
നിനക്ക് കുറച്ചു നാൾ കൂടി മാത്രമേ സമയമുള്ളൂ, അതിനുള്ളിൽ ആ കടമെല്ലാം തീർക്കണം എന്ന് ആ പഴയ സുഹൃത്ത് അലീഷയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഇവിടെ മറുവശത്ത് റൂഹിയുടെ കത്ത് മാറ്റി വായിച്ച് നമ്മുടെ നായകൻ സമറിനും റൂഹിയെക്കുറിച്ച് ഓർമ്മകൾ വരാൻ തുടങ്ങുന്നു. ഇവിടെ നമ്മുടെ നായിക അച്ഛനെ കുറിച്ചുള്ള സത്യം മറച്ചു വെച്ചതിന് അമ്മയോട് മിണ്ടാതെ ഇരിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ നായിക ഈ സമറിനും ഭാര്യയ്ക്കും ഡിവോഴ്സ് ആകാൻ പോകുന്ന വിവരം അറിയുന്നു. അപ്പോൾ ഈ കുഞ്ഞിനെ എങ്ങനെ അവർക്ക് തിരിച്ചു കൊടുക്കും? ഡിവോഴ്സ് ആയാൽ കുഞ്ഞിനെ അവർ ശരിക്കും നോക്കില്ല. അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊടുക്കാൻ അവർ വിസമ്മതിക്കുകയാണ്. അപ്പോൾ സമർ നമ്മുടെ റൂഹിയോട് തനിച്ചിരുന്ന് കൺവിൻസ് ചെയ്യുന്നു, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ താ എന്ന് പറയുന്നുണ്ട്. മറുവശത്ത് ആ നടൻ വനരാജ് തൻ്റെ മകളെ എങ്ങനെയെങ്കിലും തൻ്റെ അച്ഛനായി അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ തൻ്റെ മകളെ തൻ്റെ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് കൂട്ടിയിട്ട് പോയി, എനിക്കൊരു ബംഗ്ലാവുണ്ട്, വലിയ കാറുണ്ട്, നീ എന്നെ അച്ഛനായി അംഗീകരിച്ചാൽ നിനക്കത് ആസ്വദിക്കാം എന്നെല്ലാം പൊക്കി പറയാണ്. എന്നാൽ നമ്മുടെ നായികയ്ക്ക് പൊങ്ങച്ചം പറയുന്നവരെയും ഭയങ്കരമായി സീൻ കാണിക്കുന്നവരെയൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് റൂഹി ആ വനരാജനെ അച്ഛനായി അംഗീകരിക്കാതെ അവിടെ നിന്ന് പോവാണ്. ഒരു ദിവസം വനരാജനെ ഭാര്യയായ റൂഹിയുടെ അമ്മ വിളിച്ച്, നിങ്ങൾ ചെറുപ്പത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നടനായത്, ആ കഷ്ടപ്പാട് കാരണമാണ് എന്നെ കല്യാണം കഴിക്കാതെ നിങ്ങൾ പോയത്. ആ കഥയാണ് നിങ്ങൾ മകളോട് പറയേണ്ടത്, അല്ലാതെ പൊങ്ങച്ചം പറഞ്ഞാൽ അവൾക്ക് എങ്ങനെ നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാധാരണ ഹോട്ടലിലേക്ക് ഈ വനരാജ് തന്റെ മകളെ വിളിക്കുന്നു. ഇന്നലെ ഞാൻ നിന്നോട് അങ്ങനെ പൊങ്ങച്ചം കാണിച്ചതുപോലെ പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം. ശരിക്കും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇതുപോലുള്ള ഉടുപ്പി ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചാണ് നിങ്ങളുടെ അമ്മയോടൊപ്പം ആ പ്രണയകാലത്ത് ജീവിച്ചത്. ഒരുപാട് കഷ്ടപ്പെട്ട് 40-ാം വയസ്സിലാണ് ഞാൻ നടനായത് എന്നെല്ലാം പറയുന്നു. അത് കേൾക്കുമ്പോൾ നായികയ്ക്കും ഒരുമാതിരി മനം അലിയുന്നുണ്ട്. എന്നാൽ നായികയ്ക്ക് അപ്പോഴും തന്റെ അച്ഛനെ അച്ഛ എന്ന് വിളിക്കാൻ പറ്റാതെ സാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇവിടെ സമർ ഇപ്പോൾ അലീഷയ്ക്ക് ലീഗലായി ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് ഇപ്പോൾ രണ്ടുപേരും വെവ്വേറെ ജീവിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഈ വിഷയം നായികയുടെ കാതിൽ എത്തുന്നുണ്ട്. സമറിനോട് വന്ന്, എനിക്ക് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ഞാൻ തന്നെ ഈ കുഞ്ഞിനെ വളർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ സമർ അവിടെ ദേഷ്യപ്പെടാണ്. നീ എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നേ പറ്റൂ. എന്നാലും സമറിന് നായികയോട് വലിയ ദേഷ്യം വരുന്നില്ല. ഇവിടെ ഓംകാറിന് ഒരു പ്രധാനപ്പെട്ട വിവരം കിട്ടുന്നു. ആ രാജന്റെ റൂമിൽ ആ ട്രോളി വെച്ച് ഇടിച്ച് രാജനെ ആ ട്രോളി വെച്ച് താഴെ തള്ളിയിട്ട് ആ ഹോട്ടലിലെ റൂം ബോയെ കണ്ടുപിടിക്കുന്നു. എന്നാൽ ആ റൂം ബോയ് ഇപ്പോൾ ആരെയോ കൊണ്ട് കൊല്ലപ്പെടുന്നുണ്ട്. അതേസമയം ഇവിടെ അലീഷ അവരുടെ അമ്മയോട് വന്ന്, ഇപ്പോൾ സമറിന്റെ സ്വത്തുക്കളൊന്നും കിട്ടിയില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ അമ്മ അലീഷയുടെ മുഖത്ത് തന്നെ ശക്തിയായി ഒന്ന് അടിക്കുന്നുണ്ട്. അലീഷയ്ക്ക് മുറിവ് പറ്റുന്നു. ഇത് നിന്റെ ഭർത്താവ് സമർ ചെയ്തതാണെന്ന് കേസ് കൊടുക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അതേസമയം മറുവശത്ത് നമ്മുടെ നായിക ഈ ഓംകാറിന്റെ കാറിൽ വന്ന് നോക്കുമ്പോൾ ഈ ഓംകാർ അലീഷയെ വാച്ച് ചെയ്തതും അലീഷയ്ക്ക് രാജുമായി ഒരു ബന്ധമുണ്ടായിരുന്നതും അതിനെക്കുറിച്ചുള്ള എല്ലാ ഫോട്ടോകളും കാണുന്നു. ഇത് നായിക റൂഹിക്ക് വലിയ ഷോക്കാവുന്നുണ്ട്. അപ്പോഴാണ് തന്റെ കാമുകനോട്, നീ എന്നെ ചതിച്ചില്ലേ, അപ്പോൾ നിനക്ക് മുമ്പേ അലീഷയെ കുറിച്ചുള്ള സത്യം അറിയാമായിരുന്നു, അതറിഞ്ഞിട്ടും എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് അവർക്ക് പോകണമെന്ന് നീ വിചാരിച്ചു, അപ്പോൾ ഈ കുഞ്ഞ് നിന്റെ കൂടെ നമ്മുടെ കൂടെ ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓംകാർ സത്യം സമ്മതിച്ച്, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്, പക്ഷെ പിന്നീട് ഈ കുഞ്ഞിനെ നമുക്ക് തന്നെ വളർത്താമെന്ന് എനിക്ക് തോന്നി, പക്ഷെ അങ്ങനെ ഞാൻ വിചാരിച്ചത് എൻ്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാലും അവിടെ നമ്മുടെ റൂഹിയുടെ മനസ്സ് ഇപ്പോൾ ഓംകാറിനെ അംഗീകരിക്കാൻ മടിക്കുന്നു. ഇതിൽ ഓംകാറും റൂഹിയും തമ്മിൽ വഴക്കുണ്ടായി. ഇപ്പോൾ ഓംകാർ ഓപ്പണായി, അതെ, ഏതോ ഒരുത്തനുണ്ടാക്കിയ കുഞ്ഞിനെ എനിക്കൊന്നും വളർത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൽ നമ്മുടെ നായിക ആകെ തകർന്ന് അവിടെ വെച്ച് തന്നെ കാമുകനായ ഓംകാറിനോട് ബ്രേക്കപ്പ് പറഞ്ഞു പോകുന്നതായി കാണിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സമറിന് നായികയുടെ കയ്യിൽ നിന്ന് ഫോൺ കോൾ വരുന്നുണ്ട്. സമറും, ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് എന്നോട് ക്ഷമിക്കണം, നീ ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് സംസാരിക്കുന്നു. അവിടെ നായികയും തനിക്കും ഓംകാറിനും ബ്രേക്കപ്പ് ആയ കാര്യം പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സമറിന്റെ വീട്ടിലേക്ക് പോലീസ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ സമറിന്റെ മുൻ ഭാര്യ അലീഷ സമർ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അതിൽ സമറിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്വത്തുക്കളും ചോദിക്കുന്നുണ്ട്. ഇതിലൂടെയാണ് സമറിന് ഈ അലീഷയുടെ തനി നിറം എന്താണെന്ന് മനസ്സിലാവുന്നത്. മറുവശത്ത് ഓംകാർ ആ ഹോട്ടലിൽ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന പയ്യൻ മരിച്ചില്ലേ, അയാളുടെ കോട്ട് നോക്കുമ്പോൾ അതിനുള്ളിലാണ് ഈ അലീഷയുടെ ചെയിൻ ഇരിക്കുന്നത്. അതിലൂടെയാണ് ആ വ്യക്തിയാണ് റൂമിൽ വന്ന അലീഷയുടെ കാമുകനും സമറിന്റെ സുഹൃത്തുമായ രാജിനെ കൊന്നതെന്ന് മനസ്സിലാവുന്നത്. ഇതിന് പിന്നിൽ മായാസൂർ എന്നൊരു വലിയ വില്ലനുണ്ടെന്നും അയാൾ മനസ്സിലാക്കുന്നു. മറുവശത്ത് വനരാജ് ആ നടൻ സെറ്റിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായി കൂടെ അഭിനയിക്കുന്ന നടി അവിടെ വന്നിരിക്കുന്ന നായികയുടെ അമ്മയോട് വളരെ മോശമായി സംസാരിക്കുന്നു. അയാൾ നിന്റെ കൂടെ ആയിരുന്നപ്പോൾ നീ ഉപേക്ഷിച്ചു പോയി, ഇപ്പോൾ നടനായപ്പോൾ വേഗം വന്ന് ഒട്ടിയോ എന്ന് താഴ്ത്തി സംസാരിക്കുകയാണ്. അതിൽ അവർക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഈ വിഷയം ഇപ്പോൾ വനരാജനോടും നായികയുടെ അമ്മ പറഞ്ഞിട്ട് അവിടെ വഴക്കിട്ട് പോവാണ്. ഇപ്പോൾ നാളുകൾക്ക് ശേഷം നമ്മുടെ നായിക അതേ ഹോട്ടലിൽ ഇരിക്കുമ്പോൾ സമർ നായികയ്ക്കായി ഒരുപാട് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ നായികയോട് വളരെ നന്നായി ഇടപഴകി സംസാരിക്കുന്നു. പ്രധാനമായും നായികയുടെ കുഞ്ഞിന്റെ ചെക്കപ്പിനെല്ലാം ഇപ്പോൾ കാമുകൻ ഓംകാർ ബ്രേക്കപ്പ് ചെയ്തു പോയല്ലോ, അതുകൊണ്ട് സമറാണ് കൂട്ടിയിട്ട് പോയി വരുന്നത്. അവിടെ വെച്ചും ഇത് നമ്മുടെ കുഞ്ഞാണ്, നീ പ്രസവിച്ച് നീ തന്നെ ഈ കുഞ്ഞിനെ വളർത്തിയാലും അതിൽ എൻ്റെ ഇൻവോൾവ്മെന്റും കുറച്ചുണ്ടാവും എന്ന് സമർ പല കാര്യങ്ങളും സംസാരിക്കുന്നു. ഇതെല്ലാം നായികയ്ക്ക് നേരത്തെ തന്നെ ഈ സമറിനോടൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് ഇനിയും വർദ്ധിപ്പിക്കുകയാണ്. മറുവശത്ത് അലീഷ ഒരാൾക്ക് കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ,
അയാൾ ഇപ്പോൾ അലീഷയും അമ്മയും ഇരിക്കുന്ന റൂമിൽ വന്ന് മര്യാദയ്ക്ക് ആ കാശ് താ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അലീഷയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു പൂച്ചട്ടി എടുത്ത് അയാളുടെ തലയിൽ തന്നെ അടിക്കുകയാണ്. ഇവിടെ ഓംകാറിന് ഒരു പ്രധാനപ്പെട്ട വിവരം കിട്ടുന്നു. അതായത് ബീച്ചിന്റെ അരികിൽ അയാൾ ഒരു ബോട്ട് കാണുന്നുണ്ട്. ആ ബോട്ടിൽ ഒരു കോഡുണ്ട്. അപ്പോൾ ബോട്ടിൽ ആരോ ഇല്ലീഗലായ ആൾക്കാർ പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരിവിടെ എവിടെയോ ഒരിടത്ത് തങ്ങുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ആപത്ത് വരാനിരിക്കുന്നു. അതിനെല്ലാം ആ വില്ലൻ മായാസുർ ആണ് കാരണമെന്ന് പറഞ്ഞ് വീണ്ടും ആ മായാസുറിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറുവശത്ത് നമ്മുടെ നായിക പതിവ് പോലെ സമറിനൊപ്പം ചെക്കപ്പിന് പോയിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് സമറിന്റെ ഭാര്യ അലീഷ വന്ന്, ഞാൻ എൻ്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്താലും എഗ്രിമെന്റിൽ എൻ്റെ പേരുണ്ട്, അതുകൊണ്ട് നീ ഈ കുഞ്ഞിനെ എനിക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് വഴക്കിടുകയാണ്. ഇതെന്താ പുതിയ പ്രശ്നം എന്ന് പറഞ്ഞ് ഇപ്പോൾ സമറിനും നായിക റൂഹിക്കും എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നിങ്ങളെ ഞാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരാൾ വരുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ റോഷ്നി. ഈ തെറ്റായ ഇഞ്ചക്ഷൻ കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഇത്രയും ഡ്രാമ നടക്കുന്നത്. അവരും നമുക്കൊരു വക്കീൽ ടീമില്ലേ, ആ ടീമിനെ വെച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ വക്കീൽ ടീമിനെ വെച്ച് ഇവരൊരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ ഓംകാർ പതിവ് പോലെ ആ ബീച്ചിലിരുന്ന് അവിടുത്തെ ബോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ബോട്ടിൽ നിന്ന് ഒരു പാകിസ്ഥാനിൽ നിന്നുള്ള വ്യക്തി വന്നിറങ്ങാണ്. അയാൾ നേരെ നായകന്റെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വരുന്നു. അപ്പോൾ ആ ഹോട്ടലിൽ വെച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഹോട്ടലിൽ ആ രാജ്, ആ ഹോട്ടൽ ബോയ് എന്ന് പറഞ്ഞ് 2 പേർ മരിച്ചത് എന്നും ഓംകാറിന് മനസ്സിലാവുന്നു. ഇപ്പോൾ ഈ അലീഷയോട് നായിക, നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അലീഷ അതിന് ദേഷ്യപ്പെടാണ്. എന്നെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഞാൻ സമറിനൊപ്പം അല്ലെങ്കിലും ഞാൻ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു വന്നിട്ടുണ്ട്, അവിടെ ഡിഗ്രി വാങ്ങിയിട്ടുണ്ട്, എനിക്ക് ആ കുഞ്ഞിനെ നോക്കാൻ കഴിയും എന്ന് ഭയങ്കരമായി ദേഷ്യപ്പെടാണ്. ഇതെല്ലാം നായിക റെക്കോർഡ് ചെയ്ത് വന്ന് ഇപ്പോൾ സമറിനെയും കാണിച്ചു കൊടുക്കുന്നു. അതിൽ സമർ ഒരു പ്രധാനപ്പെട്ട വിവരം കണ്ടെത്തുന്നുണ്ട്. ഇവൾ എന്നോട് സ്പെയിനിൽ പഠിച്ചെന്ന് പറഞ്ഞു, പക്ഷെ നിന്നോട് ഇംഗ്ലണ്ടിൽ പഠിച്ചെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇവർ എവിടെയാണ് പഠിച്ചത് എന്ന് പറഞ്ഞ് ഈ സമർ തന്റെ മുൻ ഭാര്യ അലീഷയുടെ സർട്ടിഫിക്കറ്റ് വെച്ച് അവർ പഠിച്ച കോളേജിൽ അന്വേഷിക്കുമ്പോൾ അതിൽ ശരിക്കും അലീഷ എന്ന പേരിൽ വേറൊരു പെൺകുട്ടിയാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ അലീഷയായിരിക്കുന്ന ഈ പെൺകുട്ടി യഥാർത്ഥ അലീഷയേ അല്ല, എന്തോ ഫ്രോഡ് പണി ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. മറുവശത്ത് ഇവിടെ ഒരു അവാർഡ് ഷോ നടക്കുകയാണ്. ആ ഷോയിൽ നമ്മുടെ നായികയുടെ അച്ഛൻ, ആ നടൻ, പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ കുടുംബവുമായി നമ്മുടെ നായിക, അവരുടെ അമ്മ, മുത്തശ്ശി എന്നിവരും വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ വേറൊരാൾക്കാണ് അവാർഡ് കിട്ടുന്നത്. അതിൽ ഈ നടൻ വളരെ വിഷമിക്കുന്നുണ്ട്. അത് കാണുന്ന നായികയ്ക്കും ഒരു മാതിരി ആവുന്നുണ്ട്. ഇവിടെ സമറിന് അലീഷയെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട വിവരം കിട്ടുന്നു. അവരുടെ യഥാർത്ഥ പേര് മോഹിനി എന്നാണ്. ഇപ്പോൾ അലീഷയെ സമറും നമ്മുടെ നായികയും വന്ന് കണ്ട്, എന്താ മോഹിനി, സുഖാണോ? നിന്റെ ഹിസ്റ്ററി ഒക്കെ പറയണോ? നീ മോഹിനി എന്ന പേര് അലീഷ, ദിവ്യ, ഹേമ എന്നൊക്കെ മാറ്റി ഒരുപാട് ആണുങ്ങളെ കല്യാണം കഴിച്ച് പറ്റിച്ച് അവരുടെ കയ്യിലുള്ള പണം കൊള്ളയടിച്ച് പോകും. അതിന് നിനക്കൊരു പഴയ സുഹൃത്തിന്റെ സഹായമുണ്ട്. ഇത് പലയിടത്തും നീ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ അവസാനം എൻ്റെ അടുത്ത് വന്ന് ചെയ്ത് ഇപ്പോൾ പെട്ടു. ഈ സത്യം ഞാൻ പോലീസിനോട് പറഞ്ഞ് നിന്നെ പിടിച്ചു കൊടുക്കണോ? അതല്ല, ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടാതെ നീയായിട്ട് പോയാൽ രക്ഷപ്പെടാം എന്നും പറയുന്നു. ഇപ്പോൾ അലീഷയും എന്തായത്, നമ്മളെക്കുറിച്ച് എല്ലാ സത്യവും കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞ് അവർക്കും ഒന്നും മനസ്സിലാകാതെ ഞാനിപ്പോൾ പോകാമെന്ന് പറഞ്ഞ് അവിടെ വിട്ട് ഓടിപ്പോവാണ്. ഇപ്പോൾ ഈ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നുണ്ട്. ഇപ്പോൾ സമറും നമ്മുടെ നായികയെ കെട്ടിപ്പിടിച്ച്, ഈ കുഞ്ഞിനെ നമ്മൾ നന്നായി പ്രസവിക്കാൻ പോകുന്നു. ഞാൻ നിന്നോടൊന്ന് ചോദിച്ചോട്ടെ, നീ നിന്റെ കാമുകനുമായി ബ്രേക്കപ്പ് ആയല്ലോ, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്, നമുക്ക് പ്രണയിച്ചാലോ എന്ന് സമർ നായികയോട് ചോദിക്കുന്നുണ്ട്. നായികയും ആ പ്രണയം അംഗീകരിക്കുന്നു. അങ്ങനെ സമറിനോടൊപ്പം കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ അത് ഹോട്ടലിലേക്ക് ഇൻവെസ്റ്റിഗേഷനായി വന്നിരിക്കുന്ന നമ്മുടെ നായികയുടെ പഴയ കാമുകനായ ഓംകാർ കാണുന്നു. അയാൾക്ക് ഒരു മാതിരി ആവുന്നുണ്ട്. ഇപ്പോൾ ഓംകാർ ആ ഹോട്ടലിൽ എന്തോ ഒന്നുണ്ടെന്ന് തേടി കണ്ടുപിടിച്ച് ആ ഹോട്ടലിന്റെ ചെയർമാനായ നായകൻ സമറിന്റെ അച്ഛന്റെ റൂമിലേക്ക് വരുന്നു. ആ റൂമിൽ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു രഹസ്യ അറയുണ്ടെന്ന് ഓംകാർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ആ രഹസ്യ അറയ്ക്കുള്ളിൽ പോയി നോക്കുമ്പോൾ അവിടെ 2 ശവങ്ങൾ കിടക്കുന്നു. അപ്പോൾ നായകന്റെ അച്ഛനാണോ ആ മായാസുർ? ഈ എല്ലാ ജോലികളും ചെയ്യുന്നത് ഈ മായാസുർ തന്നെയാണോ എന്നും ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയം നായികയുടെ മുത്തശ്ശി ആ ഹോട്ടലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഒരു റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നു. അത് തുറന്നു നോക്കുമ്പോൾ ഉള്ളിൽ ഈ സമറിന്റെ മുൻ ഭാര്യ അലീഷ, അവരുടെ അമ്മ, പിന്നെ ആ പഴയ സുഹൃത്തിനെ കടത്തി വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ആ മുത്തശ്ശി കണ്ടുപിടിക്കുന്നു. അയ്യോ എന്ന് പറഞ്ഞ് ആ മുത്തശ്ശി അവിടെ നിന്ന് ഓടുമ്പോൾ അവിടെ അലീഷയുടെ അമ്മ വന്ന് ആ മുത്തശ്ശിയെ പടിയിൽ നിന്ന് തള്ളി താഴെയിടുന്നു. അതിൽ ആ മുത്തശ്ശി കോമയിലേക്ക് പോവാണ്. അതേസമയം ആ നാട്ടിൽ വേറെ ഭയങ്കരമായ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സർജറി ചെയ്യാൻ വേറെ ഡോക്ടറില്ല. മുത്തശ്ശിക്ക് എപ്പോഴും ധൈര്യമായിരിക്കുന്നത് അവരുടെ കയ്യിലുള്ള ഒരു കാവിത്തുണിയും ഒരു മാലയുമാണ്. അത് മുത്തശ്ശി ഹോട്ടലിൽ വെച്ച് മറന്നത് കാരണം റൂഹി വീണ്ടും ഹോട്ടലിലേക്ക് വന്ന് അതെടുത്ത് വരാനായി അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ ആ ഹോട്ടലിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ആ സ്ഥലത്ത് വന്ന് ഓംകാർ നോക്കുമ്പോൾ അവിടെ ഒരുപാട് പേരുടെ ശരീരത്തിലെ അവയവങ്ങൾ ഓപ്പറേഷൻ ചെയ്തെടുത്ത് വെളിയിൽ വിൽക്കുന്നു. അതുകൊണ്ടാണ് ആ ബോട്ടിൽ വന്ന് അടുത്ത രാജ്യക്കാർ അത് വാങ്ങിയിട്ട് പോകുന്നതെന്ന് അയാൾ കണ്ടുപിടിക്കുന്നു. അത് അയാൾക്ക് വലിയൊരു ഷോക്കാവുന്നുണ്ട്. ഈ വിഷയം അവിടെ വന്ന സമറിനോടും പറഞ്ഞ് സമറിന്റെ കൈരേഖകളെല്ലാം അയാൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. എന്നാൽ സമറിന് ഈ വിഷയം അറിയില്ല.
താൻ അറിയാതെയാണ് തങ്ങളുടെ ഹോട്ടലിൽ ഇത് നടക്കുന്നത്, ഇങ്ങനെ ഒരു റൂം ഉള്ളത് തനിക്ക് അറിയേയില്ല എന്ന് സമർ നിഷേധിക്കുന്നു. അവിടെ കൊടുങ്കാറ്റ് അടിക്കുന്നത് കാരണം ഒരുപാട് ഗസ്റ്റുകൾ ഹോട്ടലിൽ തന്നെ തങ്ങാണ്. അപ്പോഴാണ് ഹോട്ടലിൽ മുത്തശ്ശിയുടെ മാല എടുക്കാൻ വന്ന നമ്മുടെ നായികയെ ഈ സമർ കാണുന്നത്. തനിക്ക് നടക്കുന്ന പ്രശ്നങ്ങളും മുത്തശ്ശി എങ്ങനെയുണ്ടെന്നും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആ മാലയും എടുത്ത് സമറിനോടൊപ്പം സംസാരിച്ച് നമ്മുടെ നായിക അവിടുത്തെ ലിഫ്റ്റിൽ കയറുന്നുണ്ട്. അങ്ങനെ ആ ലിഫ്റ്റിൽ ആരാണെന്നറിയാമോ? നായികയുടെ പഴയ കാമുകനായ ഓംകാർ. അപ്പോൾ തന്നെ ലിഫ്റ്റിൽ കറണ്ട് പോയി പാതി വഴിയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് അവർ വളരെ ഫീൽ ചെയ്തത്. തന്റെ മുത്തശ്ശിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ മുത്തശ്ശിയെ ചികിത്സിപ്പിക്കാൻ ഡോക്ടർ പോലും വന്നില്ല, അദ്ദേഹം എങ്ങോട്ടോ പോയി എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ ഓംകാർ തന്റെ മുൻ കാമുകിയോട് സഹതാപം തോന്നി തമാശ പറഞ്ഞ് ചിരിപ്പിക്കുകയാണ്. അപ്പോഴാണ് നായികയ്ക്കും അവരുടെ പഴയ കാമുകനെ കുറിച്ച് മനസ്സിലാവുന്നത്. കാരണം കഷ്ടപ്പാടുള്ള സമയത്തെല്ലാം അയാൾ ചെറിയ തമാശ പറഞ്ഞ് നായികയെ ചിരിപ്പിക്കുമായിരുന്നു. ഇയാളെ ഞാൻ മിസ് ചെയ്തല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് വന്ന് ലിഫ്റ്റ് ഓപ്പൺ ആവുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ലിഫ്റ്റിനുള്ളിൽ ഇരിക്കുന്നത് അവിടെ വരുന്ന നമ്മുടെ നായകൻ സമർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയോ അവിടെ വന്ന് നായികയെ അയച്ചിട്ട് ഓംകാറിനോടും ആ കേസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇവിടെ ഈ അലീഷയുടെ കൺട്രോളിലുള്ള അവരുടെ പഴയ സുഹൃത്ത് കണ്ണു തുറക്കുന്നുണ്ട്. അലീഷയെയും കത്തി കാണിച്ച് ഭയപ്പെടുത്തി അലീഷയുടെ പണം എല്ലായിടത്തും ഓടുന്നുണ്ട്. എന്നാൽ ഓടുന്ന വഴിയിൽ ഒരു അഴുക്ക് ചാലിൽ വീണ് ആ പഴയ സുഹൃത്ത് മരിക്കുകയാണ്. ഇപ്പോൾ അലീഷയ്ക്ക് ആ പണവും കിട്ടുന്നു. ആ പഴയ സുഹൃത്ത് വഴിയുള്ള ആപത്തും നീങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നായിക ഹോസ്പിറ്റലിലേക്ക് ഓടി വന്ന് ആ മാല തന്റെ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ആ ഡോക്ടറെയും കിട്ടുന്നു. അങ്ങനെ ആ ഡോക്ടറെ അവിടെ വെച്ച് അറേഞ്ച് ചെയ്തത് ആരാണെന്ന് അറിയാമോ? നമ്മുടെ നായികയുടെ പഴയ കാമുകനായ ആ ഓംകാറാണ്. അതറിഞ്ഞും നായിക അവിടെ സന്തോഷിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ അവരുടെ മുത്തശ്ശിയും കണ്ണു തുറക്കുന്നു. അവിടെ എല്ലാ പ്രശ്നങ്ങളും നീങ്ങുന്നുണ്ട്. ഇപ്പോൾ അവിടേക്ക് ആ നടൻ അച്ഛൻ വരുന്നുണ്ട്. ആ നടനെയും നമ്മുടെ നായിക തന്റെ അച്ഛനായി അംഗീകരിച്ച് ഇപ്പോൾ ആ നടൻ നായികയുടെ അമ്മയോടൊപ്പം ചേർന്ന് ഇപ്പോൾ ആ മുത്തശ്ശിയെ കാണാൻ സമറും വന്നിട്ടുണ്ട്. അങ്ങനെ സമർ, നമ്മുടെ നായിക, അവരുടെ അമ്മ, മുത്തശ്ശി, ആ നടൻ എന്ന് പറഞ്ഞ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഓംകാർ ആ ഹോട്ടലിൽ ഒരു പ്രധാനപ്പെട്ട വിവരം മനസ്സിലാക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ അയാൾ ആ ഹോട്ടലിൽ ഒരുപാട് പേരുടെ മുഖങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതെല്ലാം കുഴി വീണത് പോലെയുണ്ട്. ഒരു രഹസ്യ അറ കണ്ടുപിടിച്ചല്ലോ. അവിടുത്തെ ചില ഫയലുകൾ എടുത്ത് നോക്കുമ്പോൾ ആ അറയിൽ ശരീര അവയവങ്ങളല്ല ഓപ്പറേഷൻ ചെയ്യുന്നത്, അവർ പ്ലാസ്റ്റിക് സർജറിയാണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരുപാട് തീവ്രവാദികൾക്ക് മായാസൂർ എന്നൊരു വ്യക്തി ഈ സ്ഥലത്ത് വെച്ച് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് വാങ്ങിക്കൊടുത്ത് അവരെ വെളിയിലേക്ക് അയക്കുന്നു. ആ ഭയങ്കരമായ വിവരം കണ്ടുപിടിക്കുകയാണ്. ഇത് എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം എന്ന് പറഞ്ഞ് തന്റെ കൂടെയുള്ള ലേഡി ഓഫീസറിനോട് അയാൾ പറയുന്നു. അപ്പോഴാണ് ആ ലേഡി പോലീസ് ഓഫീസർ ആ മായാസൂർ എന്ന ലേഡി വളരെ ഡേഞ്ചറാണ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഓംകാറിന് സംശയം വരുന്നു. ആ മായാസൂർ ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, നീ എങ്ങനെ ലേഡി എന്ന് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കൂടെയുള്ള ആ പോലീസ് ലേഡി ആ മായാസൂർ എന്നെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ അവർ ലേഡിയാണെന്നാണ് ഞാൻ കണ്ടുപിടിച്ചത് എന്ന് സമ്മതിക്കുന്നു. അപ്പോഴാണ് ആ യഥാർത്ഥ മായാസൂർ ആരാണെന്ന് കാണിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ സമറിന്റെ അമ്മ. അവർ യഥാർത്ഥത്തിൽ സമറിന്റെ വളർത്തമ്മയാണ്. അവരാണ് അവിടെ മായാസൂർ. ഇപ്പോൾ ഈ വിഷയം അറിഞ്ഞ ഉടനെ അവിടെ നമ്മുടെ സമറിന്റെ അച്ഛന് വിഷം കൊടുത്ത് അവർ കൊല്ലുന്നതായി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് അവർ ഒളിവിൽ പോവാണ്. ഇപ്പോൾ ഈ വിഷയം ഹോസ്പിറ്റലിലുള്ള നമ്മുടെ സമറിനോടും നായികയോടും പറയാനായി ഓംകാർ ഓടി വരാണ്. എന്നാൽ അവിടെ ഒരു അനിഷ്ട സംഭവം നടക്കുന്നുണ്ട്. ഒരു അജ്ഞാതൻ വന്ന് അവിടെ തോക്കെടുത്ത് ഓംകാറിനെ വെടിവെച്ച് വീഴ്ത്തുന്നതായും അവിടെ ഓംകാർ ചെരിഞ്ഞു വീണ് മരിക്കുന്നതായും ഇപ്പോൾ ഇതറിയാതെ നമ്മുടെ സമറും നായികയും ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതായും അതിനുശേഷം സമർ അവരുടെ അമ്മയുടെ മായാവലയത്തിൽ കുടുങ്ങുന്നതായും കാണിക്കുന്നു. ഇപ്പോൾ സമറും നമ്മുടെ നായിക റൂഹിയും പ്രണയിച്ച് ഒന്നായ കുടുംബത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവരിപ്പോഴും ആ മായാവലയത്തിൽ തന്നെയാണ്. പ്രധാനമായും ഓംകാർ ഇപ്പോൾ മരിച്ച വിഷയം നായികയ്ക്ക് അറിയില്ല. ഇതെല്ലാം ഇനി എന്തായി തീരുമെന്ന നമ്മുടെ ചോദ്യത്തിന് സെക്കൻഡ് സീസൺ ഉത്തരം തരുമെന്ന പ്രതീക്ഷയോടെ ഇപ്പോൾ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.